സാറിന് എന്താ അറിയേണ്ടത്? ചോദിച്ചോ. ഈ അടുത്തിടെ എങ്ങാനും നിങ്ങൾ അനീറ്റ തോമസിനെ കണ്ടിരുന്നോ? ഇല്ല സാറേ. ജോൺസും അവരും തമ്മിൽ കാണാറുണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടോ? ഫോണിൽ കൂടിയോ കത്തിൽ കൂടിയോ അങ്ങനെ എന്തെങ്കിലും? എനിക്കില്ല സാറേ. ജോൺസിനുണ്ടോന്ന് അറിഞ്ഞൂടാ. അനീറ്റ തോമസിന്റെ പഴയ കഥകളൊക്കെ അറിയാമോ? ആ എനിക്കറിയാം. ജോൺസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബോംബെയിലായിരുന്നപ്പോ അവർ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലല്ലായിരുന്നോ താമസം. ഹരിതയൊക്കെ കുഞ്ഞായിരിക്കുമ്പോ ജോൺസ് ഒത്തിരി കൊഞ്ചിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ബാങ്ക് മാനേജർ ഹരിലാലിന് അനീറ്റ തോമസിനെ ഉപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യം അറിയാമോ? അറിയാം സാറേ. ഞാനൊരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയില്ല. സ്വന്തം ഭാര്യയ്ക്ക് വേറൊരു ചെറുപ്പക്കാരനുമായിട്ട് രഹസ്യബന്ധം ഉണ്ടെന്നറിഞ്ഞ ഏത് ഭർത്താവാ സഹിക്കുക? ഭർത്താവിനുണ്ടെന്നറിഞ്ഞ ഭാര്യയ്ക്കും സഹിക്കുകയില്ല. ബാങ്ക് മാനേജർ ചെയ്തത് തന്നെയാ ശരി. ഞങ്ങളുടെ പ്രശ്നം അതല്ല മാഡം. ജോൺ സാമുവൽ അനീറ്റ തോമസും ഒന്നിച്ച് ജീവിതം തുടങ്ങിയ ശേഷം അനീറ്റ തോമസിനെ പറ്റി കാര്യമായ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. വെറും 2 വർഷം മാത്രമേ ബോംബെയിൽ അവർ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ജോൺ സാമുവൽ അവളെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോന്നല്ലോ. പിന്നീട് അനീറ്റ തോമസിനെ പറ്റി ഒരു വിവരവുമില്ല. ജോൺ സാമുവലിന് ചിലപ്പോൾ അറിയാമായിരിക്കും അല്ലേ? അറിയായിരിക്കും. ഞങ്ങൾ ഹരിലാലിനോട് അന്നത്തെ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ ഹരിലാലിന് അനീറ്റയെ പറ്റി ഒന്നും അറിയില്ലെന്നാ പറഞ്ഞേ. അന്ന് രാത്രി അനീറ്റയും ജോൺ സാമുവലിനെയും പിടികൂടി പോലീസിന് ഏൽപ്പിച്ചു കൊടുത്ത ശേഷം അയാള് പിന്നീട് അനീറ്റയെ കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല അത്രേ. അന്ന് രാത്രി എന്ന് പറഞ്ഞ ഏത് രാത്രിയാ സാറേ? ജോൺ സാമുവലും അനീറ്റ തോമസും തമ്മിലുള്ള രഹസ്യബന്ധം ഹരിലാൽ കണ്ടുപിടിച്ച് പോലീസിൽ അറിയിച്ച കാര്യമാ ഞാൻ പറഞ്ഞത്. അതറിയില്ലായിരുന്നു. അത് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ചമ്മലും ഉണ്ടായിരിക്കും. പോലീസിനെ അറിയിച്ചിട്ട് അവിടെയുള്ള പോലീസ് ജോൺ സാമുവിനെ അനീറ്റ തോമസിനെയും പിടിച്ചുകൊണ്ടുപോയി കാന്തിവലി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടു.